എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ഡെസ്ക്ജെറ്റ് പ്രിന്ററായ Canon PIXMA MG2570S എന്ന പ്രിന്ററിന്റെ കാർട്രിഡ്ജ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Canonന്റെ MG2570S എന്ന പ്രിന്ററിന്റെ കാർട്രിഡ്ജുകൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾ പ്രിന്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലാക്ക് ഇങ്ക്, കളർ ഇങ്ക് എന്ന രണ്ട് അവിടെ ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഒരിക്കലും പ്രിൻറ്റിങ് നടക്കില്ല, കാരണം ഈ രണ്ട് കാർട്രിഡ്ജും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം ആദ്യം. അപ്പം ഈ മോഡൽ പ്രിന്ററിന്, ഈ സീരീസ് പ്രിന്ററിന് വരുന്ന കാർട്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 സീരീസ് കളർ കാർട്രിഡ്ജും 745 സീരീസ് ബ്ലാക്ക് കാർട്രിഡ്ജാണ് വരുന്നത്. പ്രിന്റർ ഓൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ഡോറ് കണ്ടില്ലേ, പേപ്പർ പ്രിന്റ് ചെയ്താണ്ട് പുറത്തോട്ട് വരുന്ന ഈ ഡോറ്, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരിക്കലും പവർ ഓഫ് കണ്ടീഷനിൽ ഒരിക്കലും പ്രിന്റർ ഈ ഡോർ ഓപ്പൺ ചെയ്താണ്ട് കാർട്രിഡ്ജ് നമ്മൾ കൈകൊണ്ട് വലിക്കാൻ പാടില്ല. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് ഏതൊക്കെ കാർട്രിഡ്ജാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാക്ക് കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ബ്ലാക്ക് കാർട്രിഡ്ജിൻ്റെ ബോക്സാണ് ഇത്. ഇതിൻ്റെ അകത്താണ് കാർട്രിഡ്ജ് ഉള്ളത്. ഈ കാർട്രിഡ്ജിൽ തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ള കയ്യിലുള്ളത് സ്മാൾ ടൈപ്പാണ്, അതാണ് S എന്നുള്ളത് കൊടുത്തത്. പിന്നെ മീഡിയം, പിന്നെ ലാർജ്, ഇങ്ങനെ 3 ടൈപ്പാണ് കാർട്രിഡ്ജ് വരുന്നത്. ഇത് 3 ലാർജ് ആവുന്നതോറും റേറ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പോൾ സ്മാൾ കാർട്രിഡ്ജാണ്. ഇതിന് ഒരു 10-30-50 പേജ് പ്രിൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഇങ്കാണ് ഉണ്ടാവുക. ലാർജ് ആണോ സമയത്ത് കുറച്ചും കൂടുതൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഇങ്ക് അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തു. കാർട്രിഡ്ജ് അതിൻ്റെ അകത്തു നിന്ന് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സെൻസർമേലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അവിടെയുള്ള ഈ സെൻസർ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. താഴെ ഒരു ഓറഞ്ച് ടാപ്പ് ഉണ്ട്, അത് റിമൂവ് ചെയ്തിരിക്കണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കണ്ട പോലെ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഒരിക്കലും പ്രിന്റർ പവർ ഓഫ് ചെയ്തിട്ട് ഈ മൂവ് ചെയ്യുന്ന പാർട്ടിനെ നീക്കാൻ പാടില്ല. നമ്മൾ പ്രിന്റർ ഓൺ ചെയ്ത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിൽ പോയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ വന്ന് നിൽക്കും. എന്നിട്ട് അതിൽ നിന്നും ബ്ലാക്ക് കാർട്രിഡ്ജ് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് റീഫില്ലൊക്കെ ചെയ്ത് ആണ് ഉപയോഗിച്ച് പഴയ കാർട്രിഡ്ജാണ്. ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, റീഫില്ല് ചെയ്യാൻ തന്നെ പാടില്ല. ഞാൻ ഓറഞ്ച് ടാപ്പ് റിമൂവ് ചെയ്തു. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരിക്കലും ബെൻഡോ ഡാമേജോ വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണം, കണ്ടില്ലേ. ഇതേപോലെ ആ ക്യാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, അപ്പോൾ അത് ലോക്കായിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് കളർ കാർട്രിഡ്ജാണ്. കളർ കാർട്രിഡ്ജ് അതേപോലെ പഴയത് ഞാൻ പ്രിൻ്ററിൻ്റെ അകത്തു നിന്നും എടുത്തിട്ടുണ്ട്. ഓക്കെ, കളർ കാർട്രിഡ്ജിൻ്റെ ബോക്സാണ് വരുന്നത്. 746 സീരീസിലെ സ്മാൾ കാർട്രിഡ്ജാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിലും സ്മാള്, ലാർജ്, മീഡിയം ഇങ്ങനെ 3 കാറ്റഗറി കാർട്രിഡ്ജ് വരുന്നുണ്ട്. അത് 3ലും അതിൻ്റെ ലൈഫിൽ, അതായത് ഇങ്കിൻ്റെ കപ്പാസിറ്റിക്കുള്ള വ്യത്യാസം കൊണ്ടാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്. സ്മാള്, ലാർജ്, മീഡിയം എന്നുള്ളതൊക്കെ. സ്മാർട്ടിലാണ്ടിലും കൂടുതൽ പ്രിൻറ്റിങ് കിട്ടും ലാർജിൽ, അല്ലെങ്കിൽ XXL, അങ്ങനെ കുറേ സീരീസ് ആണുള്ളത്. അപ്പോൾ ആ പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് കാർട്രിഡ്ജ് അതിൻ്റെ പുറത്തോട്ട് എടുത്തതിന് ശേഷം ആ ഓറഞ്ച് ടാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്യാപ്പിലോട്ട്, കളർ കാർട്രിഡ്ജ് വെക്കുന്ന ഗ്യാപ്പിലേക്ക്, ആ സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആ പ്രസ് ചെയ്ത് ലോക്കായി. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രിൻ്റർ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിൻ്റർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റഡ് ആണെങ്കിൽ പവർ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് ഇതേപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ താഴെ വാണിംഗ് ലൈറ്റ് ഓൺ ആവും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.